ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല എരിവുള്ള ഒരു മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കടലപ്പൊടി 3 കപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് അരിപ്പൊടി, ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കാം. നല്ലൊരു സോഫ്റ്റ് ഡൗ ആയിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഡൗ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഈ സേവ് ഇട്ട ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നേരം ഫ്രൈ ചെയ്യരുത്, ഇത് പെട്ടെന്ന് മുരിഞ്ഞു പോവും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കടലമാവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, അരിപ്പൊടി ഇവയെല്ലാം പകുതി അളവിൽ ചേർത്ത് വീണ്ടും ദോശമാവിൻ്റെ പരുവത്തിൽ ഒരു മിക്സ് തയ്യാറാക്കാം. അത് നമുക്ക് തുളയുള്ള ഒരു അരിപ്പക്കയിലിൽ വെച്ച ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിനാണ് ബൂന്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം അതേ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി വഴറ്റിയെടുക്കാം. തൊലിയൊന്നും കളയണമെന്നില്ല, നല്ലപോലെ വാഷ് ചെയ്താൽ മതി. വെളുത്തുള്ളി ചതച്ച ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ് ഒന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കപ്പലണ്ടി, പൊട്ടുകടല എന്നിവയിലേക്ക് ഉപ്പും ഫ്രൈ ചെയ്ത വെളുത്തുള്ളി, വേപ്പില എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അവരവരുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സേവിലേക്ക് ബൂന്തി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടിയും പൊട്ടുകടലയും റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ ഇപ്പം നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.